നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുത്ത 48 ടീമുകളുടെയും സ്ഥാനം ഇപ്പോൾ ഫിഫ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട്. 1 മുതൽ 48 വരെ ആരൊക്കെയാണ് എത്തിയത്. അപ്പോൾ ഇതിൽ ഓരോ ടീമിനും സ്ഥാനം കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ദെയർ പോയിൻറ്റ്സ് ഫ്രം മാച്ചസ് അക്രോസ് ഓൾ സ്റ്റേജസ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷൂട്ട് ഔട്ടിലേക്കൊക്കെ പോയിട്ടുള്ള മത്സരങ്ങൾ, പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോയ മത്സരങ്ങളെ സമനിലയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് പോയിൻ്റ് കൊടുക്കുക. ഗോൾ ഡിഫറൻസ് എല്ലാ സ്റ്റേജുകളിലെയും എടുത്തിട്ടുണ്ട് ഈ ഒരു വ്യത്യാസം കണക്കാക്കാൻ വേണ്ടി. ദെൻ ഓരോ ടീം ഓരോ സ്റ്റേജിലും അടിച്ചിട്ടുള്ള ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 2-3 ടീമുകൾ സ്റ്റിൽ ഒരുപോലെ ടൈഡ് ആവുകയാണെങ്കിൽ ഫൈനൽ റാങ്കിൽ എങ്ങനെയാണ് ടീമുകൾ വരിക എന്നുള്ളത് ഈ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളതെന്ന് കൂടി അവർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ 1 ആരാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ആർക്കില്ലല്ലോ, അത് സ്പെയിനാണ്. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ച് കിരീടം ചൂടിയ സ്പെയിന് വേൾഡ് കപ്പിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. തർക്കം വേണ്ടാത്ത കാര്യമാണത്. 2-ാം സ്ഥാനക്കാരാരാണ് എന്നുള്ളതിനും തർക്കം വേണ്ട. 2-ാം സ്ഥാനക്കാരും അത് അർജൻറ്റീനയാണ്. വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തി, പക്ഷേ ഫൈനലിൽ അവർക്ക് ആ ഒരു മികവ് തുടരാൻ പറ്റിയില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായല്ലോ. സോ 2-ാം സ്ഥാനത്ത് വരുന്നത് അർജൻറ്റീനയാണ്. 3-ാം സ്ഥാനമോ, തേർഡ് പ്ലേസ് പ്ലേ ഓഫ് നടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ 3-ാം സ്ഥാനം കണ്ടെത്താനും ബുദ്ധിമുട്ടില്ല. 3-ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ് എത്തിയിട്ടുള്ളത്. അവർ ഫ്രാൻസിനെ പരാജയപ്പെടുത്തുകയാണല്ലോ ചെയ്തിരുന്നത്. സോ അവർ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി വന്ന ഇംഗ്ലണ്ട് 3-ാം സ്ഥാനത്തും, അവരോട് പരാജയപ്പെട്ട ഫ്രാൻസ് ആവട്ടെ, ഫ്രാൻസ് 4-ാം സ്ഥാനത്തുമാണുള്ളത്. സോ ഈ കാര്യങ്ങളിൽ ആർക്കും സംശയവും തർക്കവും ഇല്ല. കാരണം അത് കളിയിലൂടെ തന്നെ തീരുമാനിക്കപ്പെട്ട സ്ഥാനങ്ങളാണ്. അതേസമയം അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥാനങ്ങൾ, അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോക്കേണ്ടി വരിക. അപ്പം ഇനി ആ ഒരു സ്ഥാനത്ത് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യ 4 സ്ഥാനക്കാരെ കളികളിലൂടെ തീരുമാനിക്കപ്പെടുകയും ബാക്കി കളികൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലെത്തിയ എല്ലാ ടീമുകൾ എല്ലാവർക്കും ഒരേ സ്ഥാനം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് അവർക്ക് സ്ഥാനം കൊടുത്തിട്ട്, അപ്പോൾ 5-ാം സ്ഥാനത്ത് വരുന്നത് നോർവേ ആണ്. നോർവേ ബ്രസീലിനൊക്കെ പരാജയപ്പെടുത്തി മുന്നോട്ട് വന്ന ടീമാണ് നോർവേ. ഒടുവിൽ അവർ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവർ 5-ാം സ്ഥാനത്ത് വരുമ്പോൾ 6-ാം സ്ഥാനത്ത് ബെൽജിയമാണ്. ബെൽജിയം ഈ പറഞ്ഞ പോലെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ടീമാണ്. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ അവർ സ്പെയിനിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. 7-ാമത് വരുന്നത് മൊറോക്കോയാണ്. 7-ാം സ്ഥാനത്ത് മൊറോക്കോയും സ്വിറ്റ്സർലൻഡും ഒരുമിച്ചാണ് 7-ാം സ്ഥാനത്ത്. 2 ടീമും മികച്ച പ്രകടനം നടത്തിയവരാണ്. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. സോ സ്വിറ്റ്സർലൻഡ് വീണത് അർജൻറ്റീനയോട് നന്നായിട്ട് പൊരുതിയിട്ടായിരുന്നു. സോ അവർ 7-ാം സ്ഥാനത്ത്. അപ്പോൾ 2 7-ാം സ്ഥാനം ഉള്ളത് കൊണ്ട് പിന്നെ 8-ാം സ്ഥാനമില്ല. 9-ാം സ്ഥാനമാണ് പിന്നെയുള്ളത്. 9-ാം സ്ഥാനത്ത് മെക്സിക്കോയാണ്. വേൾഡ് കപ്പിൽ നന്നായിട്ട് അവർ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. സോ നമ്പർ 9 മെക്സിക്കോ. നമ്പർ 10 കൊളംബിയയാണ്. മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ ടീമായിട്ടുള്ള കൊളംബിയ ഈ പറഞ്ഞ പോലെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് പിന്നീട് വീണത്. ഏതായാലും അവർക്ക് 10-ാം സ്ഥാനം കൊടുക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിനോടാണ് ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വീണത്. 11-ാം സ്ഥാനത്താണ് ബ്രസീൽ. ലോകം കീഴടക്കം വന്ന ടീമാണ്. പക്ഷേ വേൾഡ് കപ്പ് തുടങ്ങിയ കാലത്ത് അവർക്ക് എന്താണോ ഉണ്ടായിരുന്നത്, അതിനുശേഷം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് തുടങ്ങിയ സ്ഥാനത്ത് 16-ാമതോ മറ്റോ ഒരിക്കൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടാണ് അവരിങ്ങനെ ഏറ്റവും 10-ന് താഴെ ഫിനിഷ് ചെയ്യുന്നത്. 1990 ശേഷം അവർ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ കാണാതെ എവിടെയും പുറത്തായിട്ടില്ല. പക്ഷേ ഇത്തവണ അതും സംഭവിച്ചു. നോർവേയോടാണ് പരാജയപ്പെട്ടത്. റൗണ്ട് ഓഫ് 16-ലാണ് പരാജയം. 11-ാം സ്ഥാനത്ത് ബ്രസീലാണെങ്കിൽ 12-ാമത് യുഎസ്എയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. വലിയ രൂപത്തിൽ ബലോഗണ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ നടത്തിയൊരു ടീമാണ്. എന്നിട്ടും പക്ഷേ അവർക്ക് ബെൽജിയത്തെ മറികടക്കാൻ പറ്റാതെ പുറത്തുപോയി. 12-ാമതാണ് USA എങ്കിൽ 13-ാമതാണ് പോർച്ചുഗൽ. നമുക്കറിയാലോ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന വേൾഡ് കപ്പിൽ അവർ മികച്ച ടീമും കൊണ്ട് വന്നിട്ട് മികവിൻ്റെ പാരമ്പര്യത്തിലേക്ക് കടന്നു പോകുമെന്നൊക്കെ കരുതിയെങ്കിലും ഒന്നും ആയില്ല. അവരൊടുവിൽ സ്പെയിനോടാണ് നന്നായി കളിച്ചിട്ടുണ്ട് ആ കളിയിൽ, പക്ഷേ അവിടെ അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. സോ 13-ാം സ്ഥാനത്ത് പോർച്ചുഗൽ. 14-ാമത് മറ്റൊരു ആതിഥേയരായിട്ടുള്ള കാനഡ. 15-ാമതാണ് ഈജിപ്ത് ഈ പറഞ്ഞ പോലെ മോസലയുടെ ഒക്കെ മികവിൽ അവർ മികച്ച രൂപത്തിൽ മുന്നോട്ട് വന്നു. ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പ് മത്സരം വിജയിച്ചതും അത് കഴിഞ്ഞിട്ട് മുന്നോട്ടൊക്കെ കയറി നോക്കൗട്ടിലേക്കൊക്കെ എത്തിയതും. പക്ഷേ
അർജൻറ്റീനയ്ക്ക് മുന്നിൽ 2-0 19 മിനിറ്റ് വരെ ലീഡ് എടുത്തിട്ട് പിന്നെ അവർ വീണ് പോവുകയായിരുന്നു. പരാഗ്വേ 16-ാം സ്ഥാനത്ത്. പരാഗ്വേ അവരുടെ ഡിഫൻസീവ് സ്ട്രാറ്റജിയൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോയി. ഈവൻ ജർമ്മനിയെ വരെ അവർ വീഴ്ത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 17-ാമതാണ് നെതർലൻഡ്സ്. പ്രതീക്ഷിച്ച ഒരു പ്രകടനമാണ് അവർ നടത്തിയെന്ന് സംശയമുണ്ട്. എന്തായാലും നെതർലൻഡ്സ് 17-ാമതൊരു 18-ആണ് ജർമ്മനി 18-ആണ്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, അവർക്ക് ആദ്യ കളിയിൽ കുർസാവോക്ക് ഇത്ര നല്ല വിജയം നേടാൻ പറ്റിയെങ്കിലും പിന്നീട് ആ മികവൊന്നും തുടർന്നിട്ടില്ല. ഒടുവിൽ അവർ പരാഗ്വേയുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റു പുറത്തായി. 18 ജർമ്മനി, 19 ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റ്, 20 ക്രൊയേഷ്യ ഒരു പക്ഷേ ലൂക്ക മോഡ്രിച്ചിൻ്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും. പോർച്ചുഗലിനോട് അവർ നന്നായിട്ട് പൊരുതിയൊക്കെ നോക്കി, പക്ഷെ ഒടുവിൽ അവർ വീണ് പോയിട്ടുണ്ടായിരുന്നു. സോ ക്രൊയേഷ്യ 20-ാം സ്ഥാനത്ത്. 21 ജപ്പാൻ. ബ്രസീലിനോടാണ് അവർ വീണത്. രണ്ടാം പകുതിയിൽ ബ്രസീൽ തീപ്പൊരി കളി കളിച്ചപ്പോൾ വീണ് പോയതാണ്. പക്ഷേ ജപ്പാൻ പൊരുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 21-ാം സ്ഥാനത്ത് ജപ്പാനും 22-ാം സ്ഥാനത്ത് മറ്റൊരു AFC ടീമായിട്ടുള്ള ഓസ്ട്രേലിയയും വരുന്നു. 23 DR കോങ്കോ. നന്നായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. ഒടുവിൽ ഇംഗ്ലണ്ടിനോടാണ് അവർ വീണ് പോയത്. അവിടെയും ലീഡ് എടുത്തതിന് ശേഷമാണ് വീഴുന്നത്. 24 ഘാന ഉള്ളതെങ്കിൽ 25 മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ ടീമായിട്ടുള്ള ഇക്വഡോർ വരുന്നത്. 25 രണ്ട് ടീമുകളുണ്ട്. സൗത്ത് ആഫ്രിക്കയുണ്ട്. ആദ്യ കളിയിൽ പൊട്ടിത്തകർത്ത് തുടങ്ങിയ സൗത്ത് ആഫ്രിക്കയാണ്, പക്ഷെ പിന്നെ അവർ നോക്കൗട്ടിലൊക്കെ കടന്നു. 25 സൗത്ത് ആഫ്രിക്ക. അപ്പോൾ പിന്നെ 26 27 സ്വീഡനാണുള്ളത്. സ്വീഡൻ നല്ല തുടക്കം തുടങ്ങിയെങ്കിലും പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയി. 28 ഓസ്ട്രിയയാണ്. 29 ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയാണ്. 30 അൾജീരിയ നോക്കൗട്ട് സ്റ്റേജിലേക്കൊക്കെ വന്നു, പക്ഷേ അത്രയൊരു മികവ് കാണിച്ചിട്ടില്ല. 30 അൾജീരിയ, 31 സെനഗൽ. എവിടെ എത്തുമെന്നൊക്കെ ആരാധകർ പ്രതീക്ഷ ഒരു ടീമാണ്, പക്ഷേ വലിയ ഒരു മുന്നേറ്റം നടത്താൻ പറ്റാതെ പോയി. റൗണ്ട് ഓഫ് 32 അവരെത്തി, പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്കൊരു മികവുണ്ടായില്ല. 31 സെനഗലെങ്കിൽ 32 കേപ്പ് വെർദെ. 32 എന്ന് പറഞ്ഞാൽ പോലും അവർ റൗണ്ട് ഓഫ് 32 വീണത് കൊണ്ട് 32. അവർ ഈ വേൾഡ് കപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം വേറെയാണ്. ഇവൻ അർജൻറ്റീനയെ പോലും വിറപ്പിച്ചു. ഈ പറയുന്ന ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനിന് പോലും അവരെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. സോ 32 കേപ്പ് വെർദെ. 33 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അവർക്ക് റൗണ്ട് ഓഫ് 32 പിടിക്കാൻ പറ്റിയില്ല. 34 മറ്റൊരു AFC ടീമായിട്ടുള്ള സൗത്ത് കൊറിയ. 35 തുർക്കിയെ. 36 സ്കോട്ട്ലൻഡ്. 37 ഉറുഗ്വായ്. 38 സൗദി അറേബ്യ. 39 ചെക്കിയ. 40 ന്യൂസിലാൻഡ്. 41 ഖത്തർ. 42 കുർസാവോ. 43 പനാമ. 44 ജോർദാൻ. 45 ഹെയ്റ്റി. 46 ഉസ്ബെക്കിസ്ഥാൻ. 47 ടുണീഷ്യ. 48 ഇറാഖ്. ഇതാണ് ഒഫീഷ്യലായിട്ട് ഇപ്പം ഫിഫ പുറത്തുവിട്ടിട്ടുള്ള സ്റ്റാൻഡിങ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.